ISLൽ ബംഗളൂരു FC, IPL ഡൽഹി ക്യാപിറ്റൽസ്, അതുപോലെ തന്നെ JSW സിമൻസിൻ്റെ അല്ലെങ്കിൽ JSW കമ്പനിയുടെ ഓണറാണ് അല്ലെങ്കിൽ CEO ആണ് അദ്ദേഹം, പാർ ജിന്ദാൽ. സോ അദ്ദേഹത്തിൻ്റെ വാചകങ്ങളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലാകുന്നത്. അതായത് ഇന്ത്യ വേഴ്സസ് ഹോങ്കോങ്ങിന് ശേഷം, അതായത് ഹോങ്കോങ് മാച്ചിന് ശേഷം അദ്ദേഹം ഇട്ടൊരു കമൻ്റ് ഉണ്ട്. ആ ഒരു കമൻറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുമായിരിക്കും. അദ്ദേഹം പറയുന്നത് ഇത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സംഭവമല്ല ഇങ്ങനത്തെ ഒരു തോൽവി എന്ന് പറയുന്നത്. നമ്മൾ എന്താ പറയുക, നമ്മുടെ അധ്വാനിച്ച് എത്രത്തോളം പൈസയാണ് ഇന്ത്യൻ ഫുട്ബോളിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. എന്നിട്ടാണ് AFFും അതുപോലെ തന്നെ മറ്റ് എല്ലാവരും കൂടി ചേർന്ന് ഇങ്ങനൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. എന്തായാലും അദ്ദേഹം പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്നൊരു കോച്ചിനെ അപ്പോയിൻറ്റ് ചെയ്യുക, എന്നിട്ടൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തെടുക്കുക, സ്ട്രിക്റ്റായിട്ടുള്ളൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നാണ് ഇപ്പോൾ നമ്മുടെ പാർ ജിന്ദാൽ പറഞ്ഞിരിക്കുന്നത്. സോ എന്തായാലും അദ്ദേഹം വരെ പറഞ്ഞു തുടങ്ങി. അതായത് സാധാരണ ഇങ്ങനെയുള്ള ആളുകളൊന്നും പറയാറില്ല ഇത്രയും കടുപ്പിച്ചൊന്നും. എന്തായാലും അദ്ദേഹം ഓപ്പണായിട്ട് വന്ന് പറഞ്ഞിരിക്കുകയാണ്. സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. ഇന്നത്തെ ഇന്ത്യയുടെ പെർഫോമൻസും നിങ്ങളൊന്ന് പറയുക. എന്തായാലും തായ്ലൻഡ് ആ ഒരു മാച്ചിനെക്കാട്ടിലും പിന്നെയും കുഴപ്പമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം സ്പെയിൻ പോർച്ചുഗൽ മാച്ച് കണ്ടു. സോ അതൊക്കെ കാണുമ്പോൾ ഞാനങ്ങനെ എന്താ പറയുക, ഇന്ത്യൻ ഫുട്ബോളിലെ ISLും അതുപോലെ തന്നെ ഇന്ത്യൻ ടീമിന് മാച്ചല്ലാതെ ഒരു മാച്ചുകളൊന്നും ലൈവായിട്ട് കാണാറില്ല, ഹൈലൈറ്റൊക്കെ കണ്ടാലേ ഉള്ളൂ. പ്രീമിയർ ലീഗ് അതുപോലെ സത്യം പറഞ്ഞാൽ സ്പെയിൻ്റെയും പോർച്ചുഗലിൻ്റെയൊക്കെ മാച്ച് കാണാനായിട്ട് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് മാച്ച് കാണാമെന്നപ്പോൾ എന്തൊരു വല്ലാത്ത പോലെ തോന്നി. ആ സ്പെയിൻ്റെയൊക്കെ കളിയൊന്ന് കാണണം. അതുപോലെയൊക്കെ നമ്മൾ എന്ന് കളിക്കും, ഏത് 150 വർഷം കഴിഞ്ഞാലും നമ്മൾ അതുപോലെ കളിക്കുമോ സ്പെയിൻ കളിച്ച പോലെ. സോ എന്തായാലും ഒന്നും പറയാനില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക. എന്തായാലും പാർ ജിന്ദാൽ പറഞ്ഞതിനെക്കുറിച്ച് അഭിപ്രായം പറയുക.